വേനൽ ചൂട് കനക്കുമ്പോൾ വാഹനങ്ങൾക്ക് മുന്നറിയിപ്പുമായി MBD. നോക്കാം വിശദമായി. സംസ്ഥാനത്ത് വേനൽ ചൂട് കനക്കുകയാണ്. അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതോടെ വാഹനങ്ങൾക്ക് തീപിടിച്ച് അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വാഹനയാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ഇത്തരമൊരു നിസ്സഹായ സാഹചര്യത്തിൽ സ്വീകരിക്കാവുന്ന മുൻകരുതൽ നടപടികളാണ് MBD പങ്കുവച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: വേനൽ കടുക്കുകയാണ്. സ്വാഭാവികമായും അന്തരീക്ഷ താപനിലയും. വാഹനങ്ങൾ അഗ്നിക്കിരയാകുന്നത് അപൂർവമായ സംഭവമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തീർത്തും നിസ്സഹായരായി പോകുന്ന ഈ അവസ്ഥ ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലുകൾ നമുക്ക് സ്വീകരിക്കാം. ഇന്ധന ലീക്കേജും ഗ്യാസ് ലീക്കേജും അനധികൃതമായ ആൾട്രേഷനുകളും ഫ്യൂസുകളും ഒഴിവാക്കിയുള്ള ഇലക്ട്രിക് ലൈനുകളും അധിക താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബൾബുകളും തുടങ്ങി നിർത്തിയിടുന്ന പാർക്കിംഗ് സ്ഥലങ്ങൾ വരെ അഗ്നിബാധയ്ക്ക് കാരണമായേക്കാം. അഗ്നിബാധയ്ക്ക് സാധ്യതയുള്ള ഘടകങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം. ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ: കൃത്യമായ ഇടവേളകളിൽ മെയിൻ്റെനൻസ് ചെയ്യുക. രാവിലെ വാഹനം നിർത്തിയിട്ടിരുന്ന തറയിൽ ഓയിൽ, ഇന്ധന ലീക്കേജ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതും ദിവസത്തിൽ ഒരിക്കലെങ്കിലും ബോണറ്റ് തുറന്ന് പരിശോധിക്കുന്നതും ശീലമാക്കുക. വാഹനത്തിന്റെ പുറം മാത്രമല്ല, എൻജിൻ കമ്പാർട്ട്മെന്റ് വൃത്തിയാക്കി വെക്കുന്നതും ഇത് ലീക്കേജ് കണ്ടെത്തുന്നതിനും മാത്രമല്ല, ചെറിയ അഗ്നിബാധ ഗുരുതരമാകുന്നത് തടയുന്നതിനും ഉപകാരപ്പെടും. കൃത്യമായ ഇടവേളകളിൽ ഗ്യാസ് ലൈനുകൾ പരിശോധന നടത്തുകയും ഗ്യാസ് ലീക്ക് ഉണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കുകയും ഗ്യാസിന്റെ മണം അനുഭവപ്പെട്ടാൽ സർവീസ് സെന്ററിൽ കാണിച്ച് റിപ്പയർ ചെയ്യുകയും വേണം. വാഹന നിർമ്മാതാക്കൾ നിഷ്കർഷിച്ചിട്ടുള്ളതും നിയമവിധേയവുമായതുമായ പാർട്സുകൾ ഉപയോഗിക്കുന്നതും അനാവശ്യമായ ആൾട്രേഷനുകൾ ഒഴിവാക്കുക. ഇന്ധന കുഴലുകളും വയറുകളും കൃത്യമായി ക്ലിപ്പ് ചെയ്ത് ഉറപ്പിക്കണം. പാനൽ ബോർഡ്, വാർണിംഗ് ലാമ്പുകളും മീറ്ററുകളും സദാ നിരീക്ഷിക്കുകയും കൃത്യമായ ഇടവേളകളിൽ കൂളന്റും എഞ്ചിൻ ഓയിലും മാറ്റുകയും ചെയ്യണം. വലിയ വാഹനങ്ങളിൽ പ്രോപ്പല്ലർ ഷാഫ്റ്റിന് ഇരുമ്പ് ബ്രാക്കറ്റുകൾ ഘടിപ്പിക്കണം. കന്നാസിലും ബോട്ടിലുകളിലും മറ്റും ഇന്ധനം വാങ്ങി സൂക്ഷിക്കുന്നതും കൊണ്ടുപോകുന്നതും കർശനമായി ഒഴിവാക്കുക. വളരെ ചൂടുള്ള കാലാവസ്ഥയിൽ ഡാഷ്ബോർഡിൽ വെച്ചിട്ടുള്ള വാട്ടർ ബോട്ടിലുകൾ ലെൻസ് പോലെ പ്രവർത്തിച്ച് സീറ്റ് അപ്ഹോൾസ്റ്ററിയും പ്ലാസ്റ്റിക് ഭാഗങ്ങളും തീപിടിച്ചിട്ടുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ ബോട്ടിലുകൾ, സാനിറ്റൈസറുകൾ എന്നിവ ഡാഷ്ബോർഡിൽ വെക്കുന്നത് ഒഴിവാക്കുക. വിനോദയാത്രകളും മറ്റും പോകുമ്പോൾ സ്റ്റൗവ് ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നത് വാഹനത്തിൽ വെച്ചാകരുത്. വാഹനത്തിനകത്ത് ഇന്ധനം, തീപ്പെട്ടി, ലൈറ്ററുകൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവ സൂക്ഷിക്കുന്നത് ഒഴിവാക്കേണ്ട ശീലങ്ങളിൽ ഒന്നാണ്. ആംബുലൻസുകളിൽ ഓക്സിജൻ സിലിണ്ടറുകൾ കൃത്യമായി ബ്രാക്കറ്റുകൾ ഉപയോഗിച്ച് ഉറപ്പിക്കുകയും റെഗുലേറ്ററുകൾക്ക് തകരാറുകൾ ഇല്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യണം. സാധാരണ വാഹനത്തിന്റെ സീറ്റുകളും മറ്റും അഗ്നിബാധയെ ചെറുക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിക്കുക. എന്നാൽ പെട്ടെന്ന് തീ ആളിപ്പിടിക്കുന്ന റെക്സിൻ കവറുകളും പോളിസ്റ്റർ തുണി കവറുകളും അഗ്നി ആളിപ്പിടിക്കുന്നതിന് കാരണമാകാം. അതിനാൽ തന്നെ അത് ഒഴിവാക്കേണ്ടതാണ്. കൂട്ടിയിടകൾ അഗ്നിബാധയിലേക്ക് നയിക്കാം എന്നതിനാൽ തന്നെ സുരക്ഷിതമായ ഡിഫെൻസിംഗ് ഡ്രൈവിംഗ് രീതികൾ അനുവർത്തിച്ചും കൊണ്ട് വാഹനം ഓടിക്കുക. എല്ലാ വാഹനങ്ങളിലും ചെറിയ ഫയർ എക്സ്റ്റിങ്ക്വിഷൻ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സൂക്ഷിക്കുക. വാഹനങ്ങൾ നിർത്തിയിടുമ്പോൾ ഉണങ്ങിയ ഇലകളോ പ്ലാസ്റ്റിക്കോ മറ്റ് അഗ്നിബാധയ്ക്ക് സാധ്യതയുള്ള ഏതെങ്കിലും ആയ സ്ഥലങ്ങൾ ഒഴിവാക്കുക.